നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ വീടൊരു വ്യഭിചാരശാലയാക്കാൻ നോക്കാണോ ഈ അമ്മയും മോനും കൂടി? അനാവശ്യം പറഞ്ഞോണ്ടല്ലോ അടിച്ച് കാരണം ഞാൻ പൊട്ടിക്കും. അടിക്ക്, ധൈര്യം ഉണ്ടെങ്കിൽ അടിക്ക്. ഞാൻ പറഞ്ഞത് അനാവശ്യമാവണമെങ്കിലേ ഏട്ടൻ ഇവിടെ താലി കെട്ടി കൊണ്ടുവന്നതായിരിക്കണം. അങ്ങനെയാണോ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? നീ കൂടുതൽ പ്രസംഗിക്കൊന്നും വേണ്ട. നിന്നെ കളഞ്ഞിട്ട് പോയി നിന്റെ ആദ്യ ഭാര്യ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ, മനീഷ. അവളെ വിളിച്ചോണ്ട് പോയവന്റെ കൂടെ ജീവിക്കാൻ പറ്റാതായി വീട് വിട്ടു വന്നപ്പോ നീ ലോഡ്ജ് മുറിയിൽ കൊണ്ടുപോയി പാർപ്പിച്ചില്ലേടാ, ഇല്ലേ? നിന്നെ അവളെ അന്ന് രാത്രി ലോഡ്ജില് പോലീസ് റെയ്ഡ് ചെയ്ത് പിടിച്ചപ്പോ ഞാനും നിന്റെ ഏട്ടനും കൂടിയ ജാമ്യത്തിൽ ഇറക്കിയത്. അത് നീ മറന്നുപോയോ? 6 മാസം ഗർഭിണിയായ ഹർഷയെ ഒരു രാത്രി ഇവിടെ താമസിച്ചതിന് വ്യഭിചാരം എന്ന് പറഞ്ഞല്ലേ? നീ അന്ന് ചെയ്തതിന് ഞങ്ങൾ എന്താടാ പറയേണ്ടത്? സത്യേട്ടാ, ഏട്ടനും അമ്മയും അവർക്ക് ഇഷ്ടമുള്ളവർ ഇവിടെ താമസിപ്പിച്ചോട്ടെ. അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. സത്യേട്ടൻ ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടും. അതെ, മൂത്ത മകനെ അവളെയും വെള്ള പൂശാനേ എന്നെ താറടിച്ച് കാണിച്ചാലും ഇത് ഈ വീട്ടിൽ ഞാൻ സമ്മതിക്കില്ല. നീ ആ വാടക വീട്ടിൽ കാലുകുത്തിയ ദിവസമാ ഏട്ടത്തിന്റെ ജീവിതം തുലഞ്ഞത്. ഇനി ഈ കുടുംബം തുലയ്ക്കാനാണോ നീ ഇങ്ങോട്ട് വന്നത്? എനിക്ക് ആരുടെ കുടുംബം തൊലച്ചിട്ട് ഒന്നും കിട്ടാനില്ല. ആന്റി, ഞാനേ ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങ. അവിടെ നിൽക്ക ഹർഷേ. നിന്റെ കാര്യത്തിൽ ഇപ്പൊ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. 11 മണിക്ക് നിന്നോട് പോലീസ് സ്റ്റേഷൻ ചെല്ലാൻ പറഞ്ഞിരിക്കല്ലേ? അത് കഴിഞ്ഞ് നിന്റെ വീട്ടിൽ ഞാൻ കൊണ്ടുവാക്കും. അതുവരെ നീ എവിടെയും പോകുന്നില്ല. അതെ, ഞാനിവിടെ ഉള്ളപ്പോഴേ ഇനി ഇവിടെ വീട്ടിനകത്തേക്ക് കയറില്ല. ഇവിടെ പുറത്ത് നിൽക്കേണ്ടി വരും. നേരായി അത് പറയാ. നീ ഞാനുണ്ടാക്കി ഈ വീട്ടില് ഇവിടെ എന്നേക്കാൾ നിനക്കാണോ അധികാരം? മര്യാദക്ക് പറഞ്ഞ മനസ്സാവില്ലെങ്കിൽ നീ ആയിരിക്കും ആദ്യം ഇവിടുന്ന് ഇറങ്ങി പോകുന്നേ. ആയിക്കോട്ടെ, ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കോളാം. ഇതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശമെങ്കിലേ ആദ്യം അങ്ങ് പറഞ്ഞ പോരായിരുന്നോ? പ്രതിഭേ, ചെന്ന് ബാഗ് എടുത്തോണ്ട് വാ. സത്യേട്ടാ, പോയി ബാഗ് എടുക്കാൻ പറഞ്ഞ അനുസരിച്ചാ മതി. പോകുന്നെങ്കിൽ പോട്ടെ ഇന്ദിര. അവൻ എവിടെ വരെ പോകുന്നുള്ളത് നമുക്ക് നോക്കാം. ഇങ്ങോട്ട് വാടി. വരാൻ